നമ്മുടെ ടോപ്പ് സിംഗറിന്റെ അതിമനോഹരമായിട്ടുള്ള ഒരു എപ്പിസോഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അതെ, റെഡി അല്ലേ? നമ്മൾ തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പൊ നമ്മള് ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഇന്നും ഇതേ സമയത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ്. നിങ്ങൾ എൻജോയ് ചെയ്യിപ്പിക്കാനും നിങ്ങൾ എന്റർടൈൻ ചെയ്യിപ്പിക്കാനും ഒക്കെ ആയിട്ട് ഞങ്ങൾ എത്തി. ലിറ്റിൽ ഏഞ്ചലാണ് വരുന്നത്. ലിറ്റിൽ ഏഞ്ചൽ വിളിക്കട്ടെ? പക്ഷെ കണ്ടാ നിങ്ങൾ ഞെട്ടും. ഓർത്ത് വെച്ചോ ഞാൻ പറയുന്നത്. വെൽക്കം തപസ്സിക്കുട്ടി ഓൺ സ്റ്റേജ്. എന്റെ ദൈവമേ, എല്ലാവർക്കും സെയിം വിഗ് ആണെന്ന് തോന്നുന്നു. ക്യാരക്ടർ റൗണ്ടില് മൊത്തം വിഗ്, എല്ലാരും അത് കട്ട് ചെയ്ത് ഫിറ്റ് മക്കളെ. അയ്യോ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ ബഹുമാന്റെ വല്ല് പോയത്. ഇല്ല ഇല്ല ഉണ്ട് ഇല്ല പോയി നോക്കട്ടെ ആ മുഖം ഒന്ന് കാണട്ടെ. മീനുട്ടി പോയി കൊണ്ടാ പോയി. അയ്യോ പിന്നെ കാണിച്ചേ വേണ്ട വേണ്ട ഇല്ല കാണിച്ചേ നോക്കട്ടെ. പേടിച്ചു പോയി. കൊച്ചുഞ്ഞേ മോളെ വീട് എവിടാ? തൃക്കണ്ണാട്, കാസർഗോഡ്. കാസർഗോഡ് ഞാൻ കൂടെ വരും. കാരണം മൂകാമ്പി പോകാൻ പോകുമ്പോഴ് കാസർഗോഡ് വഴി മംഗലാപുരം വഴി അങ്ങോട്ട് പോകും. അതുവഴി ഞാൻ ഇങ്ങനെ യാത്ര ചെയ്തപ്പോ ഈ ഒരു കടലിന്റെ കരയില് ഒരു അമ്പലം കണ്ടു. ഇത് തൃക്കണ്ണാടോ? ആ അമ്പലത്തിന്റെ അടുത്താണോ? ആണോ? അതിന്റെ പുറയിലാണോ താമസിക്കുന്നേ? പിന്നെ മുമ്പിലോ? സൈഡിൽ. സംസാരിക്കാൻ പറ്റുന്നില്ലേ മീശ വെച്ചിട്ട്? മീശ വരച്ചോണ്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ടോ? അവിടെ ഇങ്ങനെ. മക്കളെ ഏത് പാട്ടാ പാടുന്നേ? നയാ പൈസ ഇല്ല എം ജംഗ്ലേ, നയാ പൈസ എനിക്ക് തന്നെ ഇട്ടത്താ. ഇവിടെ റിച്ചസ്റ്റ് ഗേൾസ് എന്റെ രണ്ട് സൈഡിലും ഇരിക്കുകയാണ്. അവരോടൊന്നും ചോദിക്കാതെ ഈ പാവപ്പെട്ട മനുഷ്യനോട് ചോദിച്ചത് എന്ത് കാര്യം? കരിയെടുത്ത് ഞാൻ കേട്ടതാണേ, നമ്മളിങ്ങനെ ഉണ്ടായിട്ടും ഇല്ലാന്ന് പറയുമ്പോ ദൈവം അത് കേൾക്കും, അതേപോലെ സംഭവിക്കുന്നു. അല്ല ഇവരുടെ അത്ര ഇല്ലെന്നേ പറഞ്ഞുള്ളൂ. അത് എന്നെ കാട്ടിൽ എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അതൊരിക്കലും ഞാൻ സമ്മതിക്കില്ല. മകളെ ഒരു സംഭവ കഥയുണ്ട്, കേൾക്കണോ? ഈ പാട്ട് സീസൺ 1 ഋതുരാജ് എന്ന നമ്മുടെ ഋതുക്കുട്ടൻ പാടിയുടെ. അപ്പൊ ഞാൻ ഈ പാട്ട് പാടിക്കഴിഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, മോൻ പാടിയതും അല്ലെങ്കിൽ ഇതിനകത്തുള്ള വരികളൊക്കെ കറക്റ്റാണോ? പൈസ ഒന്നും ഇല്ലേ? അപ്പൊ അവൻ കോഴിക്കോടൻ ഭാഷയില് പറഞ്ഞു, എന്റെ അച്ഛന്റെ പോക്കറ്റിൽ 5 റുപ്യ ഉണ്ട്. അല്ല ഞാൻ ഇപ്പൊ ചോദിച്ചു സീരിയസ് ആയിട്ട് പറയാണെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു അതെ. ഇവിടെ വന്നപ്പോഴത്തേക്ക് അപ്പൊ അച്ഛനെ വിളിക്കാൻ പറഞ്ഞു. അപ്പൊ അച്ഛൻ വന്നു. ഞാൻ ചോദിച്ചു, മോൻ പറഞ്ഞു 5 രൂപയുണ്ട് കയ്യില്. പുള്ളി പറഞ്ഞു സത്യമാണ് സാർ എന്ന്. ഞാനും ഇവിടെ എല്ലാരും ഞെട്ടി. നമ്മൾ പറഞ്ഞ കാര്യം എന്താന്ന് ചോദിച്ചാൽ, വല്ല മോനിവിടെ പാടാൻ വന്നപ്പോ എന്റെ ജോലി ഉണ്ടായിരുന്നു, ആ ജോലി ഞാൻ റിസൈൻ ചെയ്തിട്ടാ വരുന്നത്, പൈസ ഇല്ലാണ്ടായി. അപ്പൊ ഞാൻ പറഞ്ഞു ഈ മോന് കണ്ടിട്ട് ഇവൻ പാടുന്ന കേട്ടിട്ട് ആരെങ്കിലും ഇഷ്ടമുള്ളവര് ഇവരൊന്ന് സഹായിച്ചു. പിന്നെ പൈസയുടെ ഒരു പ്രവാഹമായിരുന്നു. നമ്മുടെ സ്റ്റേജ് വെച്ച് തന്നെ ഒത്തിരി പേര് വരികയും കൊറേ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പേര് സ്റ്റേജിലുണ്ടെന്ന് കവറും പൈസ എന്ന് വേണ്ട ഒരുപാട്. ഇനി സാറ് അന്ന് ചോദിച്ച ചോദ്യം ഇങ്ങോട്ട് ഒന്നുകൂടി എന്റെ അടുത്തോ? അയ്യോ വേണ്ട. അല്ല ഞാൻ വേണമെങ്കിൽ ചോദിക്കാം. അല്ലോ ആയോ? ഇല്ല. അതെന്താ കാര്യം? എന്താ വിവാഹിതനാവാത്തതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പൈസ ഇല്ല, പൈസ ഒരുപാട് വന്നതിന് ശേഷം ആകാം എന്നുള്ളൊരു ഇതിലാണ്. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാണോ? അല്ലാതെ ഒരു കുട്ടിയെ നോക്കണമെങ്കിൽ അതൊക്കെ വേണ്ടേ? അല്ല നമ്മൾ വെറുതെ കല്യാണം കഴിച്ചാൽ പോലും. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചുമതലയാണ് നമ്മുടെ ഭാര്യയെ സംരക്ഷിക്കാന്നുള്ളത്. റിമിയെ പോലുള്ള ഒരു മൾട്ടി മില്യണറിനെ കല്യാണം കഴിച്ചാൽ മതി. പ്രശ്നമൊന്നുമില്ലല്ലോ. എങ്ങനെ മൾട്ടി മില്യണർ കേൾക്കാൻ രസമുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു കുട്ടിയെ നമുക്ക് നോക്കാം. അപ്പൊ എന്തായാലും ഒരുപാട് പൈസ കിട്ടട്ടെ കേട്ടോ. നയാ പൈസ ഇല്ല എന്ന് പറഞ്ഞ് പാടിക്കോ, എന്നാലും ഒരുപാട് പൈസ കിട്ടട്ടെ. ഗോഡ് ബ്ലസ് യു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. നോക്കടോ. നെഞ്ചു വാങ്ങി തിന്ന
ആ ഉടുപ്പ് ഇഷ്ടപ്പെട്ടില്ലേ ശരിക്കും? കുഞ്ഞിന് മേടിച്ചു തരാം കേട്ടോ, തയ്പ്പിച്ചു തരാവേ. ഇതുപോലത്തെ തയ്പ്പിച്ചു തരാം. എന്തിനാ ഈ പൊള്ള വാഗ്ദാനമൊക്കെ അല്ലേ, സത്യം കൊടുക്കാം. 5 പൈസക്ക് ഒരു നാരങ്ങ മുട്ടായി വാങ്ങിച്ചു കൊടുക്കത്തില്ല. ഞാൻ ഇവിടുത്തെ എത്ര പിന്നെ കുഞ്ഞിനൊക്കെ കൊടുത്തു. ഇത് തയ്പ്പിച്ചരാന്ന് ഞാൻ കമ്മലും ഈ മാലയൊക്കെ 5 വർഷമായിട്ട് വാങ്ങി ഈ ആർക്കൊന്നും വാങ്ങിച്ചു ഈ കൊടുത്തിട്ടില്ല. 5-6 വർഷമായിട്ട് ഞാനിവിടെ ജോലി ചെയ്യുന്നു. ആ. ഞാൻ ഒരു ഈ കാര്യം പറയട്ടെ? ഒരുപാട് വാഗ്ദാനങ്ങൾ എനിക്ക് അത് കൊണ്ട് തരാം, ഇത് കൊണ്ട് തരാം. അവസാനം പറഞ്ഞു ഒരു ചക്ക കൊണ്ട് തരാന്ന് ഞാൻ പറഞ്ഞു വീട്ടിലെ. കൊണ്ടുവന്നതാ ചക്ക. വീട്ടിലെ. നിങ്ങൾ ആരോടെങ്കിലും റിമി ചേച്ചി, ഗായത്രി ചേച്ചി, നിങ്ങൾ ഇത് വിശ്വസിക്കണം. ഞാൻ ചക്ക കൊണ്ടുവന്നതാ. എന്നിട്ട് എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഞാൻ കൊടുത്തു. അത് MGങ്ങൾ കിട്ടിയില്ലെന്നാ അത് പറയുന്നത്. ആരോ പറഞ്ഞു ചക്ക തിന്നാലേ ചുക്ക എന്ന് പറഞ്ഞു. റോഡി പിന്നെ വേണ്ടാന്ന് വെച്ചു. അല്ല റിമി, ഈ സംഭവം എന്ന് പറഞ്ഞാൽ ഇവള് കൊണ്ടുവന്ന ഈ ആത്തച്ചക്ക പോലത്തെ ഒരു ചക്ക ഉണ്ട് നമ്മളൊക്കെ ആ, കണ്ടു. അല്ല, വലിയ ചക്കയാണ് പിന്നെ ഞാൻ നീ കൊണ്ടുവന്നത്. കൊണ്ടുവരും. വലിയ ചക്കയാണ്. അല്ല സാറിൽ ഇപ്പൊ ഒന്നും തന്നില്ലേലും നല്ല മനസ്സായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നല്ല അതൊക്കെ അതെ, കൊച്ചാ. അതൊക്കെ അതെ. ഒരു നല്ല കുശുമ്പോ അസൂയോ അങ്ങനെ നല്ല ഒന്നുമില്ല. കുശുമ്പോ അല്ല, അങ്ങനെ ഒന്നും ഇല്ലാത്ത ഇല്ല. നല്ലൊരു കൊച്ച. നല്ലൊരു കൊച്ചാവും. പക്ഷെ പക്ഷേ വാഗ്ദാനങ്ങൾ വെറുതെ കൊടുക്കും. അത്ര ഞാൻ പറഞ്ഞ ഈ ഞാൻ കൊച്ചിന് എന്തെങ്കിലും പറഞ്ഞോ? അതൊരു കുഞ്ഞിന്റെ അടുത്ത് പറയാണ്, മക്കളെ ഉടുപ്പ് ഇഷ്ടപ്പെട്ടല്ലേ, ഒരു കാര്യം ഞാൻ ചെയ്യ് വാങ്ങിച്ചു മീനുട്ടി. തരാം. പറഞ്ഞ സ്ഥിതിക്ക് ഒരു ഉടുപ്പ് ഞാൻ തയ്പ്പിച്ചു വാങ്ങി തരാടാ കേട്ടോ. തയ്പ്പിച്ചു തരാവേ കുഞ്ഞിന്. മക്കളെ ഒരുപാട് ആഗ്രഹിക്കണ്ട കേട്ടോ, ഞാൻ കൊടുക്കും. കിട്ടിയാ കിട്ടി, അത്രേ ഉള്ളൂ. എന്തായാലും മോളുണ്ടല്ലോ ആസലായിട്ട് പാടിയിട്ട് നല്ല സൂപ്പറായിട്ട് നല്ല ഫീൽ ചെയ്ത് പാടി. കാരണം വേറൊന്നുമില്ല, പൈസ ഇല്ലാത്ത ഒരു അവസ്ഥയിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, തളരൂല്ലേ? ആ. അതുപോലാണ്. നഞ്ചു വാങ്ങി തിന്നാൻ പോയ നയം ഇല്ല, അങ്ങനെ അത്ര എക്സ്പ്രഷൻ ആയിരുന്നു. നമുക്ക് ഈ പറയാൻ തമാശക്ക് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ ആ ദൈനംദിന കാര്യത്തിന് പൈസ ഇല്ലാണ്ട് വരുന്നവർക്ക് അറിയാം അതിന്റെ ബുദ്ധിമുട്ട്. അതെ. അതില്ലാണ്ട് ഒരിക്കലും ആർക്കും വരാതിരിക്കട്ടെ അല്ലേ? അതെ. എല്ലാവരുടെയും ഒരു വിഷമമുള്ള ഒരു കാര്യം ഈ പൈസ പൈസ എന്ന് പറഞ്ഞത് ഇല്ലാത്തവർക്ക് അറിയാം. അല്ല, ഈ പൈസ ഇല്ലാണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രശ്നമാണ്. കാരണം വേറൊന്നുമില്ല, ആവശ്യത്തിന്, കോടികളെന്നല്ല, അതെ. അല്ലെന്നുണ്ടെങ്കിൽ നടുക്കൽ സമാധാനത്തോടെ ആവശ്യത്തിന്. ഉറങ്ങാൻ. അതായത് നമുക്കിപ്പോൾ ഒരു കാര്യം കണ്ടു, അല്ലെ വിശക്കുന്നു, എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കണേ, നമ്മുടെ പൈസ ഇല്ലെങ്കിൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര ദയനീയമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പം നമുക്കൊക്കെ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം അങ്ങോട്ട് പോകുമ്പം എങ്ങനെങ്കിലും വാങ്ങിക്കാം, പേര് പറഞ്ഞെങ്കിലും വാങ്ങിക്കാം, ഞാൻ ഇന്നേരാണ് നാളെ തരാമെന്ന്. പക്ഷെ ചിലർക്ക് അതും പറ്റില്ല. മക്കൾ അസലായിട്ട് പാടി കേട്ടോ, ബ്യൂട്ടിഫുൾ ആയിരുന്നു, അടിപൊളി. നയാ പൈസയില്ല അതെ. മനസ്സിലായിട്ടൊന്നും ആയെന്ന് അറിയത്തില്ല. നഞ്ച് വാങ്ങി, പക്ഷെ നയാ പൈസയില്ല. അഞ്ച് വാങ്ങി തിന്നാൻ പോയി. നഞ്ചെന്താണടാ? നഞ്ച് ലഞ്ചെന്നൊക്കെ ആക്കാം നമുക്ക് വേണമെങ്കിൽ അല്ലേ? ലഞ്ച് വാങ്ങാൻ പോലും പൈസ ഇല്ല അല്ലേ? അത് മഞ്ചോ? എന്താ ഈ നഞ്ച്? നഞ്ച് എന്ന് പറഞ്ഞ എന്താ? ചോക്ലേറ്റ് അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം എന്താ നഞ്ചെന്ന്? അറിയില്ല. ആ, മൈക്കിന്റെ അതാ. അറിയില്ല ഞങ്ങൾക്ക്. എന്തായാലും നഞ്ച് വാങ്ങാൻ പോലും പൈസ ഇല്ലാന്ന് നല്ല രസമായിട്ട് പാടി കേട്ടോ കുഞ്ഞ്. ഭാസ്കരൻ മാഷ ലിറിക്സേ ക്ലാസ്സിയായിട്ടുള്ള എഴുതിയിട്ട് ഇത് അല്ലേ, ഒന്ന് വായിച്ചു നോക്കി. കാലി അടിച്ചൊരു വയറാണ് കണ്ടയിടത്ത് നടപ്പാണ്, തൊള്ള പൊളിക്കണ പേഴ്സേ നിന്നോടെ പള്ള ഒഴിഞ്ഞു കിടപ്പാണ്. തൊള്ള, അതായത് വേറെ അങ്ങനത്തെ വാക്ക്. അതിന്റെ ഒരു ഇമാജിനേഷൻ ആലോചിച്ചു. ഒരു കവിത്വം ഉണ്ട് അതിനകത്ത്. അതായത് തൊള്ള പൊളിക്കണ പേഴ്സ്, അതായത് നമ്മളിങ്ങനല്ലേ, ആ. നിന്റെ പള്ള ഒഴിഞ്ഞു കിടപ്പാണ്, വയറ്റിനകത്തൊന്നും ഇല്ല എന്ന്. ഇന്നൊന്നും തെറ്റിച്ചുമില്ല മറന്നുമില്ല, കറക്റ്റ് ആയിട്ട് അതെ. കേറി. ഭയങ്കര കോൺഫിഡൻസ് ആയല്ലോ ഇപ്പൊ. ഇത് എന്ത് പറ്റി? ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് ആണല്ലോ. ആ പാടുന്ന അനങ്ങിയിട്ടില്ല അവിടെ നിന്ന്. ഇപ്പോൾ പാടി പാടി അങ്ങ് സ്റ്റേജ് Attendance ഇഷ്ടപ്പെട്ടു അല്ലായിരുന്നു. പോയല്ലേ തമസിക്കുട്ടി? ഈ സ്റ്റേജ് ഒത്തിരി ഇഷ്ടായോ? ആ, നമ്മളൊക്കെ ഇഷ്ടായോ? ആ. അതുകൊണ്ടാണ് എത്ര രസമായിട്ട് പാടാൻ പറ്റുന്നേ. അല്ല, പഠിച്ചിട്ടല്ലേ? പഠിച്ചിട്ടല്ലേ? അത് പഠിച്ചിട്ടില്ലേ? എന്റെ അമ്മ ഞാൻ ഇഷ്ടപ്പെട്ടതുകൊണ്ടൊന്നുമല്ല. ആദ്യമായിട്ട് 3 അക്ഷരം വീണു. നന്നായിട്ട് പാടി കേട്ടാ, സൂപ്പർ. ബാവയ്ക്ക് എത്ര വയസ്സ് ഇപ്പം? 5. 5 വയസ്സോ? ശ്ശോ, എന്താ എന്ത് എത്ര എന്ത് തലമുറ പുറകോട്ട് വരേണ്ടി അല്ലെ വരുന്നു എന്ത് അല്ലേ? സ്വന്തം കാര്യല്ലേ പറയണേ? അതെ, 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 അതെ. എന്തൊരു ശ്രുതിശുദ്ധായിട്ടാ പാടിയത്. അതാണ് എനിക്ക് അതിലെ ഏറ്റവും ഇഷ്ടമായത്. പിന്നെ ഈ പറഞ്ഞ മാതിരി ശകുനി പിഴയുടെ പിയ നല്ല രസമുണ്ടായിരുന്നു. കരളിന് പിഴ, colour, ആ. പിഴയ്ക്ക് പിയ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഒരു ക്യൂട്ട് വാവക്കുട്ടനാണ്. ായി പാടി. അപ്പം എന്താ, ഉമ്മ 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 ഉമ്മ. ഉമ്മ. അപ്പൊ മക്കളെ, ആദ്യ ഒരു ലിറ്റിൽ ഏഞ്ചൽ ഗോൾഡൻ സ്റ്റാർ തപസ്സിപ്പുകുരി. ഹാപ്പി ഹാപ്പി. ഓക്കെ, ടാറ്റാ. ഓക്കെ, ടാറ്റാ. ബൈ. ബൈ. മിനുട്ടി, എന്തോ നമ്മളിനി ക്യാരക്ടർ റൗണ്ടിലോട്ട് കിടക്കാണ്. അപ്പൊ നമ്മളെ ഞെട്ടിക്കാനായിട്ട് ഒരു വീണ്ടും അതേ പുതിയ വിഗും ക്യാരക്ടർ അതേ മീശയുമായിട്ടാണ്. ഒരു പുതിയ അവതാരം കടന്നു വരികയാണ്. ലെറ്റ്സ് വെൽക്കം സൂര്യഗായത്രി ഓൺ സ്റ്റേജ്. ഇതാര്? കാവിലെ ഭഗവതിയോ? നേരെ
ഓക്കെ. അടിപൊളി കേട്ടോ. ഓ ആന്ന് പറഞ്ഞ ഒരൊറ്റ ഡയലോഗിൽ പിന്നെ ഒരു ഡയലോഗ് പറയാൻ പറ്റാത്ത അവസ്ഥയായി പോയി അല്ലേ? തിരിഞ്ഞടാ ഇത് കണ്ടോ? നമ്മുടെ ബിന്നി ചേച്ചി പറയും റെഡ് ആണ് ഇഷ്ടം. റെഡ് സാരിയുടെ ഒക്കെ ഒരു പവർ, സ്വർണ്ണമാല. ഇതാണ് കാവിലെ ഭഗവതി അല്ലേ? ഏതാണ് പാടുന്നത്? പുടമുറി കല്യാണം. ചിലമ്പ് ഭരതേട്ടന്റെ പടവാ. മ്യൂസിക് ഔസേപ്പച്ചൻ സാർ, ലിറിക്സ് ഭരതൻ സാർ, മൂവി ചിലമ്പ്, ഇയർ 1986, പാടിയത് ചിത്രാൻഡി. പാട്ടാണ് ഭരതേട്ടന്റെ പടത്തിലെല്ലാം എല്ലാം ഉഗ്രം പാട്ടായിരിക്കും. അപ്പൊ നല്ല സെലക്ഷൻ. പിന്നെ വീട്ടിൽ പോയിട്ട് ആരെങ്കിലും എന്തെങ്കിലും ഒക്കെ വാങ്ങിച്ചു തന്നോ? എന്തൊക്കെയായിരുന്നു കിട്ടിയത്? ചോക്ലേറ്റ് ഒക്കെ കിട്ടി. ചോക്ലേറ്റ് കിട്ടി. പിന്നെ കൂടുതലും ചോക്ലേറ്റാ കിട്ടിയത്. പിന്നെ വേറെന്തെങ്കിലും ക്യാഷ് ആയിട്ട് അങ്ങനെ കിട്ടിയത് പറയൂലല്ലേ? അല്ല, അങ്ങനെ പറഞ്ഞില്ല. ഫ്ലക്സ് ഒക്കെ വെച്ചോ? ഫ്ലക്സ് എത്ര എണ്ണം വെച്ചു? 2-3 വെച്ചു. 2-3 അവിടെ വെച്ചു, വീട്ടിന്റെ അവിടെ. ചില ഫ്ലെക്സ് വെക്കുന്നത് തന്നെ വളർന്നു വരുന്നു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. ഉണ്ട്. ഇടുന്നുണ്ട് അല്ല, ഫ്ലക്സിന് മരം പോലെയൊക്കെ പണ്ട് എവിടെയോ ഗാനമേളക്ക് പോയ ഒരു ഫ്ലക്സ് അല്ലേ ഇതേപോലെ വളർന്നു അല്ലേ? അങ്ങനെയുണ്ടോ? ഇല്ല, ഏറ്റില്ലല്ലേ? അല്ല, ഞാന് കുറച്ചു നേരമായിട്ട് മിണ്ടായിരിക്കുക. അപ്പൊ ഞാൻ ഇങ്ങനെ നോട്ടീസ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. മോഹൻലാലിന്റെ ചില പ്രക്രിയകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് കയ്യിലൊക്കെ, ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ കൊണ്ടുവരുന്നുണ്ട്. കൊണ്ടുവരുന്നല്ല, വരുന്നതാ. ഇങ്ങനെ ഒരു സംഭവം ഒരു ചെറുതായിട്ട് ചെരിയുന്നുണ്ട്. അങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കും. ചെയ്യുന്നില്ല ഞാൻ. പറഞ്ഞ സ്ഥിതിക്ക് മോളെ ഡെയിൻ ചേട്ടനോട് പറ, ലാലേട്ടന്റെ എന്തെങ്കിലും ഒരു ഡയലോഗ് പറ. അപ്പൊ നമുക്ക് രസം ഒരു തമാശക്ക് വേണ്ടേ? ചെവി കേക്കില്ലേ? ആരാന്ന്? ഞാനൊരു വഴിപോക്കനാ. ഇവിടെ ചുറ്റമ്പലത്തിൽ എന്താ കാര്യം? ഇത് പൊതുവഴിയല്ല. നമ്മൾ ആരാണാവോ? അതല്ലല്ലോ ഞാൻ ചോദിച്ചതിനുള്ള മറുപടി. ഇതെന്താണ്? കാവിലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതാണോ? അതെ. അല്ലാന്ന് തോന്നാൻ മാഷ്ക്ക് ഭഗവതിയെ മുമ്പ് കണ്ട പരിചയമൊന്നുമില്ലല്ലോ. ഉവ്വോ? സത്യം. ആ ശ്രീത്വം വിളങ്ങുന്ന മുഖം, അഴിഞ്ഞു വീണ കേശഭാരം, വാക്കിലും നടപ്പിലും അനുഭവപ്പെടുന്ന ദൈവിക ഭാവം എന്നൊക്കെ പറയണെങ്കിലേ കണ്ണുപൊട്ടനായിരിക്കണം കാണുന്നവൻ. ഇത് വെള്ളരിക്കണ്ടത്തിലെ കണ്ണേറ് കോലം പോലെ. കോലത്തെ അടിച്ചളിക്കാരിയാ. ദേ, ഈ ചുറ്റമ്പലത്തിന്റെ ഉള്ളിലായതുകൊണ്ടേ അതിനുള്ള മറുപടി ഉണ്ണിമായ പറയണില്ല. അടിച്ചളിക്കാരി കോലത്തെ തമ്പുരാട്ടിയാടോ മാഷേ? അതേതാ ടീച്ചറെ? ഞാൻ അറിയാത്തൊരു തമ്പുരാട്ടി കോലത്ത്. ഈ ഞാൻ ആരാണാവോ? സൂപ്പർ സൂപ്പർ. അവസാനിപ്പിച്ചല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ ഇനി പാട്ടിലോട്ട് കിടക്കുന്നു. യെസ്, ഓൾ ദ ബെസ്റ്റ്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.
സൂപ്പർ. മക്കളെ സൂര്യ, നീ നന്നായിട്ട് പാടി കേട്ടോ. അതായത് ഏറെക്കുറെ ഭാഗങ്ങൾ എന്ന് വെച്ചാൽ ഒരു 95% മോള് നന്നായിട്ട് പാടി. ഒരു എന്താണ് കാതിൽ പൂത്തോടയുമായി അവിടെ മാത്രം മോക്ക് പൊൻചിലും പണിഞ്ഞു. അവിടെ എനിക്ക് പെട്ടെന്ന് ശ്വാസം കിട്ടിയില്ല. അതുപോലെ തന്നെയാണ് ഗന്ധർവ. ആ രണ്ട് സ്ഥലങ്ങളിൽ അനുപല്ലയുടെയും ചരണത്തിലും തുടക്കത്തിലുള്ള 2 വരികൾക്കാണ് മോക്ക് ഇത്തിരി പ്രശ്നം ഉണ്ടായത്, ഒരു പൊടി. പിന്നെ ബേസിക് ആയിട്ട് മോള് കുറച്ചുകൂടി ആരോഗ്യം വെക്കണം. അതായത് മോള് പാടുമ്പോൾ നമുക്ക് ശ്വാസം മുട്ടുന്നു. കാരണം വേറൊന്നുമല്ല, എന്താണ് ഒരു കൊച്ചു ഹൃദയവും ഒരു കൊച്ചു ലിവറും ബാക്കി ഇതെല്ലാം ആയിട്ട് ഇങ്ങനെ പാടുമ്പോഴത്തേക്ക് വളരെ അങ്ങോട്ട് തുറന്നു വെക്കണ്ടേ. ആ മാംഗല്യ സംഗതി ഉണ്ടല്ലോ, അവിടെ മൊത്തം ഒന്ന് കുലുങ്ങി. അതെ, ആ മാംഗല്യ സംഗതി വരാനാ. പിന്നെ താള മേളം തുറന്നു വളഞ്ഞിട്ട് പുറകോട്ട് പോയി. അറിഞ്ഞ മുളക് വളഞ്ഞു പോയി. കാരണം വേറൊന്നുമല്ല, ഈ ശ്വാസം കിട്ടാതെ വരുമ്പോഴേ എന്താ കഴിക്കുന്നേ? ആഹാരം എന്താ? മൈക്ക് കൊടുത്തേ, അമ്മയ്ക്ക് മൈക്ക് കൊടുത്തേ. എന്താ പേര്? പേര് സ്മിത. ആ കൊച്ചിന് എന്താ നല്ല പോഷക ആഹാരം കൊടുക്കാത്ത? കൊടുക്കുന്നുണ്ട് സർ. ആണോ? എന്തോ കഴിക്കുന്നത്? ക്വാണ്ടിറ്റി കുറച്ചാണ് ഫുഡ്. അത് അങ്ങനെ പറഞ്ഞിട്ടേ കാര്യമില്ല. കാരണം ഒത്തിരി ശക്തി വേണം തോന്നിയില്ലേ? അതെ. കുടമുറി എന്നൊക്കെ പറയുമ്പോൾ അങ്ങനത്തെ ഒരു ഇത് വരണം. പക്ഷെ പാടുന്നത് കറക്റ്റാണ്. ഒരു വോളിയം വേണം, ഒരു ഷാർപ്നെസ് വേണം. അതിന് വേണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ബേസിക് ആയിട്ട് നമുക്കൊരു ആരോഗ്യം വേണം. അപ്പൊ അതിനെന്താണ് കാലത്ത് കഴിക്കുന്നത്? പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അല്ലാതെ ഹോർലിക്സ് എല്ലാം കൊടുക്കുന്നുണ്ട്. പിന്നെ കഴിച്ചിട്ട് ഇപ്പൊ ശരിയാകുന്നില്ല. ഫുഡ് കഴിക്കുന്നുണ്ട്. നോക്കാം. എന്തായാലും മക്കളെ കുറച്ചുകൂടെ ഒരു പുഷ്ടി വന്നു കഴിഞ്ഞാൽ, അതാണ് ഈ മലയാളത്തിൽ പറയുന്ന കറക്റ്റ് വേർഡ്, പുഷ്ടി. ആ പുഷ്ടി വന്നു കഴിഞ്ഞാൽ ശബ്ദത്തിനൊരു ഇപ്പൊ ഇവിടുത്തെ നമ്മുടെ സൗണ്ട് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിൽ മോടെ സൗണ്ട് കൃത്യമായിട്ട് കേൾപ്പിക്കും. എങ്കിലും നമ്മൾ മോടെ കാര്യം പറയുക, ഇവിടെ നടക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. വെളിയെ കേൾക്കുന്നവർ ഇപ്പൊ ചോദിക്കും, ഓ MG അണ്ണൻ എന്താ മോള് കറക്റ്റായിട്ട് നല്ല ശബ്ദത്തിലുള്ള പാടി എന്നൊക്കെ ചോദിക്കും. അത് വേറെ കാര്യം. പക്ഷെ എങ്കിലും മോടെ ശബ്ദം ഒന്നുകൂടെ ബലപ്പെടുത്തണം. അതിനുള്ള വോക്കൽ എക്സസൈസോ അല്ലെങ്കിൽ ഫുഡോ എന്തെങ്കിലും കഴിച്ചൊന്ന് റെഡിയാക്കണം. കാരണം നല്ലൊരു പാട്ടുകാരിയാണ്. ഇന്ന് പാടിയതിൽ ഈ ഇത്രയും സ്ഥലമേ പോയിട്ടുള്ളൂ. ബാക്കിയെല്ലാം നല്ല രസമായിട്ട് പാടി. പിന്നെ ഇതേണ്ട ഡെയിൻ്റെ കൂടെ നിന്ന് ആ ചെയ്ത കാര്യങ്ങളൊക്കെ വളരെ നന്നായിരുന്നു. നല്ല രസമായിട്ട് ചെയ്തു. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഐ ലവ് മോള് അസലായി പാടിട്ടോ. മോളുടെ എല്ലാ നല്ല ടെക്നിക്കലി നല്ല സൗണ്ടാണ്. അതായത് നല്ല ടെക്നിക്കലി നല്ല കഴിവുള്ള കുട്ടിയാണ്. പറഞ്ഞ മാതിരി പെർഫെക്ഷൻ ഉണ്ട് സിംഗിങ്ങില്. ആൻറ്റിക്ക് ആകെ തോന്നിയത് എന്താന്ന് വെച്ചാൽ മോളുടെ വോയിസിൽ ഒരുപാട് കാറ്റുണ്ട്. അതായത് ആ കാറ്റിന്ന് മാറി വോയിസിന് ഒരു ബോഡി വേണം. അപ്പൊ പറഞ്ഞ മാതിരി ന്യൂട്രീഷൻ ശ്രദ്ധിക്കണം. അതിന് ഉറുദുവിലൊരു വാക്കുണ്ട്, ഖുറാഖ്. പറയാൻ പറ്റുമോ ഡെയിന്? ട്രൈ. അല്ല, ആദ്യം ഞാൻ ഒന്ന് ഉള്ളിലോട്ട് എടുക്കട്ടെ. അതൊന്ന് പറഞ്ഞ്. ഖുറാഖ് ഖുറാഖ് ഖുദ എന്ന് പറയും. അല്ല, അവൻ വേറെ വല്ലതും പറയും. ആയിട്ടില്ല, അത് പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. നീ ബോളിവുഡിലൊക്കെ അഭിനയിക്കണ്ടേ ഡെയിന്? അപ്പൊ അങ്ങനത്തെ വാക്കുകളൊക്കെ വരണ്ടേ? ബോംബെയുടെ അത് ഇവിടെ നിന്ന് ഇങ്ങനെ ആൾക്കാർ വേറെ വല്ലതും വിചാരിക്കും. അല്ല, സ്പെല്ല് പറഞ്ഞാൽ മതി. സ്പെല്ലിംഗ് ഒക്കെ അത് ഗട്ടറലാണ്. അതാണ് ഗട്ടറിന്ന് ചാടി വരണ്ടേ. അതായത് ഇത് അറബികൾക്ക് പറയാൻ പറ്റും, മനസ്സിലായോ? കുഴിമന്തി ബിരിയാണി മാത്രം കഴിച്ചാ പോരാ, അവരെ പ്രൊണൗൺസിയേഷനും വരണ്ടേ. എന്തായാലും മോളെ വെരി ഗുഡ്. ഇനി ഞാൻ ആദ്യം പറഞ്ഞ ബോറടിപ്പിക്കണില്ല. ഗോഡ് ബ്ലെസ്. ചക്കര എനിക്ക് കൂടുതലൊന്നും പറയില്ല. നല്ല രസമായിട്ട് പാടും, നല്ല ഫീൽ ഉണ്ടായിരുന്നു. നല്ല സ്വീറ്റ് ആണ് മോള് പാടുന്നത് കേട്ടോ. കുറച്ച് ആരോഗ്യം കൂടെ വെച്ച് ശബ്ദം. പിന്നെ വേറൊരു കാര്യം പറയട്ടെ, ഇപ്പൊ MG സാർക്ക് ഇതേ അധികം ഭീമാകാരനായ ആളൊന്നും അല്ല. മൈക്ക് ഇവിടെ വെച്ചാ മതി, അത്ര ഗെയിനാണ്. ഈ സാധനം തിന്നിട്ടൊന്നും അല്ല വരുന്നത്. എന്നാൽ ഇത് കേൾക്കുന്ന ആൾക്കാരെ നല്ല ഭക്ഷണമൊക്കെ തേച്ച് ഭയങ്കര ഹൈ കൊളസ്ട്രോളും കാര്യങ്ങളൊക്കെ
ഇതുപോലെ പാടണമെന്നാണ് പറയുന്നത്. ഇതൊക്കെ തന്നെ കിട്ടുന്ന സാധനം. പക്ഷെ മോക്ക് നമുക്ക് ഹെൽത്തിന് വേണ്ട കാരണം മോളിങ്ങനെ വളയുന്നുണ്ടായിരുന്നു ഇങ്ങനെ മേളം മേളം അത് കണ്ടപ്പോ നമുക്ക് ഇത്തിരി സങ്കടം വന്നു കേട്ടോ. അമ്മയോട് ചോദിച്ചപ്പോ മനസ്സിലായി ക്വാണ്ടിറ്റി വളരെ കുറച്ചാ കഴിക്കുന്നതെന്ന്. ഇപ്പോഴല്ലേ പറ്റുള്ളൂ ക്വാണ്ടിറ്റി കൂട്ടാൻ പറ്റുന്ന സാധനല്ലേ കേട്ടോ. നല്ല തട്ട് തട്ട് അങ്ങോട്ട്. അതായത് ബോഡിക്ക് അനുസരിച്ച് കഴിക്കേണ്ടത്. അതെ അതെ. ഇത് പുറത്തെല്ലാം കാർക്കിച്ച് നടക്കാ. ഇത് സ്റ്റുഡിയോന്റെ പുറത്ത് കാർക്കിച്ച ശബ്ദം കേൾക്കുന്നില്ല. എല്ലാരും കാറി കാറി നടക്കുക. അതുകൊണ്ട് ഇവിടെയും കാറണ്ടാന്ന് വിചാരിച്ച ഞാൻ മിണ്ടാതിരിക്കണം. മക്കളെ ബോംബെയിലൊന്നും പോയി അവിടുത്തെ പല സ്ഥലങ്ങളിൽ നിന്ന് പിടിച്ചോണ്ട് പോകും. ശരി, ഓക്കെ. So, we are giving you 98 out of 100. Thank you, sir. ആടി ഒരു സൂര്യപ്പുകുറ്റി. ആ വാക്ക് കിട്ടിയില്ലല്ലേ പറയാൻ. അല്ല സാറേ, ടാറ്റാ. അപ്പൊ അടുത്ത റൗണ്ടിൽ കാണാം. ബൈ, ഓൾ ദി ബെസ്റ്റ്. അതിമനോഹര ഗാനവുമായിട്ട് നമ്മുടെ ഗിരീഷ് പുത്തഞ്ചേരി സാറുടെ ഹിറ്റ്സ് റൗണ്ടിൽ അശ്വിൻ കുട്ടൻ എത്തുകയാണ്. വിളിക്കാം അല്ലേ? വിളിക്കാം. വെൽക്കം അശ്വിൻ കുട്ടൻ ഓൺ സ്റ്റേജ്. അശ്വിൻ 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 ആഷോ. അശ്കുട്ട, എന്തോ ഏത് പാട്ടാ പാടുന്നേ? അമ്മ മഴക്കാരനും. സൂപ്പർ സോങ്, സൂപ്പർ സോങ്. നല്ല പാട്ട്. ഇപ്പൊ ഈ അമ്മ മഴക്കാറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ഓർമ്മ വരുന്ന എം ജയചന്ദ്രൻ. അതുപോലെ തന്നെ വേറൊരു പാട്ടുണ്ട്, രാക്കിളിതൻ. അത് കേട്ട ഉടനെ പുള്ളി ഓർമ്മ വരും. പച്ചപ്പനന്തത്തെ അങ്ങനെ ഒരുപാട്. പിന്നെ ഇന്നലെ എന്റെ നെഞ്ചിലെ കുഞ്ഞു മൺവിളക്കൂതിയില്ല. അത് അങ്ങനത്തെ കുറെ നല്ല മണിക്കുയിലെ കുറെ ക്ലാസി സോങ്സ്. കല്ലായി കടവത്ത് ഇങ്ങനെ. എന്തായാലും എനിക്ക് തോന്നുന്നു മോൻ അമ്മയ്ക്ക് വേണ്ടി പാടുകയാണ്, എനിക്ക് തോന്നി. അമ്മയും അച്ഛനും വന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും മോന് മനസ്സിൽ തൊട്ട് പാടുക. ഞാൻ പറഞ്ഞല്ലോ, ഇത് എല്ലാവർക്കും അറിയാം, മാടമ്പി എന്നുള്ള ചിത്രമാണ് അല്ലേ? മ്യൂസിക് ഞാനിപ്പോ പറഞ്ഞു എം ജയചന്ദ്രൻ. പിന്നെ എഴുതിയത് ഗിരീഷ് നമ്മുടെ സ്വന്തം ഗിരീഷ്. പാടിയത് യേശുദാസ് സാർ. അദ്ദേഹമാണല്ലോ നാദത്തിന്റെ നാദമുനി എന്ന് പറയും അല്ലേ? നാദത്തിന്റെ ഈശ്വരൻ. കാരണം അദ്ദേഹത്തിന്റെ ശബ്ദം പോലെ മറ്റൊരു ശബ്ദം ഇവിടെ വന്നിട്ടില്ല, ഈ ഭൂമിയിൽ ഉണ്ടായിട്ടില്ല. അനുകരണങ്ങൾ കാണും, അതിഷ്ടം പോലെ ഉണ്ട്, ഇഷ്ടം പോലെ ആകാം. അനുകരിക്കാൻ ആർക്കും പറ്റും. മോന് നല്ല അസലായിട്ട് ധ്യാനിച്ച് നിന്ന് പാടുക. പിന്നെ നമ്മൾ ലളിതാമ്മയും ഓർക്കണം. KPS ലളിത ചേച്ചി ഈ പാട്ടില് അല്ലേ, ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. All the best. All the best. കണ്ണീരിൽ ഞാൻ നനഞ്ഞു, കന്നിവെയിൽ പാടത്തു കനലെരിഞ്ഞു, ആ മൺകൂടിൽ ഞാൻ പിടഞ്ഞു. മണൽ മായ്ക്കുമീ കാൽപ്പാടുകൾ തേടി നടന്നൊരു ജപസന്ധ്യേ, അമ്മ മഴക്കാറിനു കണ്ണിറഞ്ഞു, ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു. തരുമോ അമ്മ മഴക്കാറിനു കണ്ണീര
നനഞ്ഞു. കന്നിവെയിൽ പാടത്തു കനലെരിഞ്ഞു, ആ മൺകൂടിൽ ഞാൻ പിടഞ്ഞു. മണൽ മായ്ക്കുമീ കാൽപ്പാടുകൾ തേടി നടന്നൊരു ജപസന്ധ്യേ. അമ്മ മഴക്കാറിനു കണ്ണീരഞ്ഞു, ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു. ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു. ആഹാ ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ആഹാ അശ്വിൻ കുട്ടാ എന്തോ നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു നല്ല സർ. ഫീൽ ഉണ്ടായിരുന്നു. ആ. നല്ല രസമായിരുന്നു. കാരണം ആ അനുപല്ലവിയും ചരണത്തിന്റെ എൻഡിലില്ലേ ആ. താഴെ, അത് വളരെ താഴെയാണ്. ദാസേട്ടൻ വളരെ ഡെപ്തിൽ പാടിയിരിക്കുന്ന ഒരു സംഭവമാണ്. അത് കുഞ്ഞല്ലേ, അവിടെ എത്തത്തില്ല. ദീക്ഷ തരുമോ, ആ ദൈവതത്തിൽ അങ്ങ് എത്തത്തില്ല. ആ രണ്ട് സ്ഥലങ്ങളാണ് മോന് മെയിനായിട്ട് ഒരു ചെറിയൊരു പ്രശ്നം തോന്നി. പക്ഷെ നല്ല ഫീലായിരുന്നു, നല്ല സുഖമായിരുന്നു കേൾക്കാൻ. ആ മേലോട്ടുള്ള പോർഷൻസ് ഉണ്ടല്ലോ, പാർവണങ്ങൾ പടിവാതിൽ ദരിരാ, അവിടെയൊക്കെ നല്ല ഓപ്പണായിട്ട് പാടി. നല്ല എന്താണ്, സ്ഫടികം പോലും. നല്ല രസമായിരുന്നു കേൾക്കാൻ. സത്യത്തിൽ ഈ പാട്ട് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു പകുതിയിൽ മോൻ്റെ പാട്ട്, ഒരു പകുതിയിൽ മോൻ്റെ അച്ഛനെ അമ്മയാണ് എനിക്ക് ഓർമ്മ വന്നത്. ഈ പ്രതികൂല സാഹചര്യത്തിലും മോനെ ഇതുപോലെ ഒരു വലിയ പാട്ടുകാരനാക്കണം എന്ന് ആഗ്രഹിച്ച് അമ്മയും അച്ഛനും മോൻ്റെ കൂടെ തന്നെ നിൽക്കുകയും അവരുടെ കണ്ണ് നനയുന്നതും കാണുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കാകെ മനസ്സിനൊരു വല്ലാത്തൊരു വിങ്ങൽ. നന്നായിട്ട് പാടി, നന്നായിട്ട് പാടി. സത്യം പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റാതിരിക്കുകയായിരുന്നു ഞാൻ അവിടെ. അവന് എനിക്ക് സുഖമില്ലാണ്ടായി സർജറി കഴിഞ്ഞ് വന്ന സമയത്ത് എൻ്റെ അടുത്ത് വന്നിരുന്ന് ഞാൻ കിടക്കുന്ന കണ്ടിട്ട് എൻ്റെ അടുത്തിരുന്ന് പാടിയ പാട്ടാണ് ആദ്യം. നീ പകർന്ന നറുപാൽ തുളുമ്പുമൊരു മൊഴിതൻ ചെറുചിമിഴിൽ. എനിക്ക് എൻ്റെ ശരീരം മൊത്തം വിറയ്ക്കുക. അതല്ല, ഇപ്പം ഞങ്ങളുടെ മനസ്സ് ഇതുപോലെ തന്നെ ഒരു എന്താണ്, ഒരു പ്രയാസം, അതായത് താങ്ങാൻ പറ്റാത്ത ഒരു പ്രയാസമാണ്. കാരണം വേറൊന്നുമല്ല, നിങ്ങളുടെ ഒരു അവസ്ഥ, അതായത് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉള്ളൊരു പ്രശ്നങ്ങൾ, ആ പ്രശ്നത്തിനിടയിൽ ഈ മോനെ പാടിക്കാൻ കൊണ്ട് നടക്കുന്നു. മോൻ നന്നായിട്ട് പാടുന്ന കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന, നിങ്ങൾക്കുണ്ടാകുന്ന അതേ വികാരമാണ് ഞങ്ങൾക്കും അതുപോലെ തന്നെ പ്രേക്ഷകർക്കും. അങ്ങനെ വിഷമിച്ച് നമ്മൾ വീട്ടിൽ കുത്തിയിരിക്കുമ്പോൾ നമുക്ക് കൂടുതൽ അസുഖം ഓർത്ത് ആലോചിച്ചിരിക്കുള്ളൂ. ഒരു പക്ഷേ ഡോക്ടർമാർക്ക് ചെയ്യാൻ പറ്റാത്തതിന്റെ അപ്പുറം കാര്യമായിരിക്കും മോൻ ഈ പാട്ടിലൂടെ, അല്ലെങ്കിൽ അവന്റെ പാട്ട് ഇവിടെ കേൾക്കാൻ വരുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അത് തന്നെയാണ്. ഇവിടെ വന്നതിന് ശേഷം അല്ലെങ്കിൽ എനിക്ക് മാസം തോറും എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും ഓരോ അസുഖങ്ങളായിട്ട്. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം അതിനായിട്ട് സെപ്പറേറ്റ് ഇതുവരെ പോയിട്ടില്ല ഡോക്ടറെ കാണാൻ. അതാണ് സംഗീതത്തിന്റെ ശക്തി. ഇവന്റെ പുറകെ തന്നെയാണ് എപ്പോഴും. മതി അവന്റെ പാട്ട് കേൾക്കുക. കാരണം സംഗീതത്തിന് അസുഖത്തെ ഹീൽ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു പക്ഷേ അതായിരിക്കും. ഇത്രയും വലിയൊരു സ്റ്റേജിൽ വന്നിരുന്ന് എൻ്റെ മകൻ പാടുമ്പോൾ ഞങ്ങൾക്ക് ഇതിൽ കൂടുതൽ അഭിമാനിക്കാനൊന്നുമില്ല. ഒരുപാട് സന്തോഷം നിങ്ങൾ പറഞ്ഞ് കേൾക്കുമ്പോൾ. പിന്നെ അവന്റെ ചിരി തന്നെ മതി വലിയൊരു മെഡിസിനാ. ശരിക്കും എൻ്റെ ഹൃദയം നിറഞ്ഞു. അത്ര സന്തോഷമായി ഇത് കേട്ടപ്പം. അതായത് മോൻ അത്ര നന്നായി പാടി. പിന്നെ എന്താ പറയുക, നല്ല കഴിവുള്ള കുട്ടിയാണ്. പിന്നെ ഇപ്പോൾ വോയിസ് ഇപ്പോൾ ട്രാൻസിഷൻ ചെയ്യണ സമയമാണ്. അപ്പം ആ റേഞ്ചിൻ്റെ അത് കുഴപ്പമില്ല. പക്ഷെ നന്നായി പാടി, നല്ല ഫീൽ ഉണ്ടായിരുന്നു. ചില സ്ഥലങ്ങളിൽ എസ്പെഷ്യലി വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് അമ്മേനെയും അച്ഛനെയും കാണുന്നത്. അപ്പം ഒരുപാട് സന്തോഷം പരിചയപ്പെട്ടതിൽ. നമസ്കാരം. അപ്പം എപ്പോഴും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. മോൻ്റെ ഈ മ്യൂസിക് തന്നെ നിങ്ങളെ ഹീൽ ചെയ്യട്ടെ.
വളരെ ബ്ലെസ്ഡ് ആണ് ഇങ്ങനെ ഒരു കുട്ടി, ദൈവം തന്നിട്ടുള്ള ഒരു കുട്ടിയാണ് മോൻ. എപ്പോഴും ചിരിക്കണ ഒരു നിഷ്കളങ്കമായിട്ടുള്ള ഒരു ഡിവൈൻ ഫേസ് ഉണ്ട് മകന്. ഓക്കെ, മോനുള്ളതുകൊണ്ടാണ് ഞങ്ങൾ എണീറ്റ് നടക്കുന്നത് തന്നെ ഇങ്ങനെ. ഓൾ ദി ബെസ്റ്റ്, എല്ലാ പ്രാർത്ഥനകളും. നന്നായി പാടിയിട്ടോ മോനെ. കാര്യസ്ഥല പാട്ടൊക്കെ കഴിഞ്ഞ് പിന്നെ ഏതാ മോനെ പാടിയത്? അവിടെ നിന്നൊക്കെ ഓരോ റൗണ്ട് വരുമ്പോഴും ഭയങ്കരമായിട്ട് മുന്നോട്ട് തന്നെയാ കേട്ടോ അമ്മേ പോണത്. അതിന് വലിയൊരു പ്ലസ് പോയിന്റ് അല്ലേ? അവൻ ഭയങ്കരമായിട്ട് ഡെവലപ്ഡായി വരുന്നതായിട്ട് നമുക്ക് തോന്നുന്നു. ഈ പാട്ടൊക്കെ എന്ത് ഗംഭീരമായിട്ടാണ് പാടിയേക്കുന്നത്. അവിടെ ഒന്നോ രണ്ടോ കാര്യങ്ങളേ ഉള്ളൂ. നീ അതൊന്നും നോക്കണ്ടടാ. അമ്മയും അച്ഛനെയും മാക്സിമം പാട്ടൊക്കെ പാടിക്കൊടുത്ത് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് നിങ്ങൾ ഇനി ഒരുപാട് വർഷം ആയുസ്സും ആരോഗ്യത്തോടെ ജീവിച്ച് 3 പേരും കൂടെ വളരെ സ്നേഹത്തോടെ, അല്ലെ? അതാണ് നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന. അങ്ങനെ തന്നെ സംഭവിക്കും. പിന്നെ വീട്ടിൽ ഇരുന്ന് ഫുൾ ടൈം പാട്ടൊക്കെ പാടാം. അപ്പൊ തന്നെ അവർക്ക് സന്തോഷം, നമുക്ക് സന്തോഷം കേട്ടാ. പിന്നെ ഇവിടെ വേദിയിൽ വന്നപ്പോ തന്നെ കഴിഞ്ഞ റൗണ്ടില് ആൾക്ക് കുറച്ച് മാർക്ക് കുറവായിരുന്നല്ലോ. അപ്പൊ ആള് വന്നപ്പോ തന്നെ പറഞ്ഞത് ഞാൻ ഈ പാട്ടിന് വേണ്ടി ഒരുപാട് പ്രാക്ടീസ് ചെയ്തു എന്നാണ്. അപ്പൊ ഒരു പാട്ടിന് വേണ്ടി അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് അവൻ അമ്മയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് ഈ പാട്ട് പാടിയത്. 10 വയസ്സിൽ ഇങ്ങനത്തെ ഒരു പാട്ട് പാടുക എന്ന് പറഞ്ഞാൽ ഈസി അല്ല. ഒരു അല്ലേ, നല്ല ഹെവി ആയിട്ടുള്ള ഒരു പാട്ടാണത്. അല്ല, അപ്പൊ പ്രാക്ടീസ് ചെയ്തപ്പോ കണ്ടില്ലേ, അവിടെ നിന്ന് ഒരൊറ്റ കയറ്റം കയറി ഇപ്പൊ എവിടെ എത്തിയെന്നറിയോ? ഇറ്റ്സ് 98 out of 100. ആദ്യ ഒരു അശ്വിൻ പൂക്കുറ്റി. ഹാപ്പി ആയില്ലേ? അപ്പൊ ഹാർഡ് വർക്ക് ചെയ്തതിനുള്ള റിസൾട്ട് കിട്ടിയില്ലേ? അടുത്ത റൗണ്ടിൽ 100. ആ, ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഇനി നമ്മുടെ പ്രേക്ഷകർക്കും നമുക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട നമ്മുടെ പ്രേക്ഷകരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഓഡിയൻസ് ചോയ്സിനുള്ള സമയമാണ്. അതെ, ആരുടെ ചേട്ടാ വരാൻ പോകുന്നത്? ലെറ്റ്സ് വെൽക്കം ദേക്കുട്ടി ഓൺ സ്റ്റേജ്. ദേക്കുട്ടി, ദയവ് ചെയ്ത് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു പാട്ട് പാടണം. ഏത് പാട്ട്? ചിരി ചിരിയോ. ആഹാ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ പാട്ട് ഗായുവിനെ ആലോചിച്ച് പാടും. എപ്പോഴും ചിരിച്ചുകൊണ്ട് പാടാം. ചിരിച്ചോണ്ടേയിരിക്കും. പിന്നെ മോള് പാടിക്കഴിഞ്ഞാലും നിർത്താൻ പറ്റത്തില്ല. ആ ചിരിയോ നല്ല ചിരിയോ 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 ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് അടിച്ചോണ്ടിരിക്കും. കുഴപ്പമില്ലല്ലോ. ഓക്കെ, ഇതുണ്ട് എന്തൊരു സന്തോഷം. ടെൻഷനും ഇല്ല, ഒന്നുമില്ല. മാർക്കും ജഡ്ജ്മെന്റും ഓഡിയൻസിന് വേണ്ടിയാണല്ലോ അല്ലേ? തകർക്കും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
ജഡ്ജസ് മീനുട്ടി, എന്തോ നമ്മുടെ ഇന്നത്തെ കോമ്പറ്റീഷൻ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഇന്നത്തെ എപ്പിസോഡിന് താൽക്കാലികം ഒരു വിട പറയുകയാണ്. ഇന്നാണെങ്കിൽ ഒത്തിരി ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ക്യാരക്ടർ പെർഫോമൻസ് ഉണ്ടല്ലോ, അതുകൊണ്ട് വെറൈറ്റി വിഗ് വെച്ച ആൾക്കാർ, പല്ല് വെച്ച ആൾക്കാർ, പല പല കഥാപാത്രങ്ങൾ, പല പല പാട്ടുകൾ അങ്ങനെ കാണുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് സമയം പോകുന്നത് അങ്ങനെ അറിയാൻ പറ്റുന്നില്ല. എങ്കിലും ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. അടുത്ത ദിവസം നമ്മൾ വീണ്ടും കാണും വരേക്കും എല്ലാ പ്രേക്ഷകർക്കും ഗുഡ് നൈറ്റ് ആൻഡ് ടാറ്റാ ബൈ, സീ യു. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.